ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് പോളാൻ കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോളാൻ കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോളാൻ കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ എലിസബത്ത്. പ്രധാന വാർത്തകൾ. ആദിവാസിയെ 2 പുലികൾ ചേർന്ന് ആക്രമിച്ചു. ആക്രമണത്തിനിരയായത് അമ്പനാർ സ്വദേശി സുകുമാരൻ. വിളക്കുടിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. 2 ഇരുചക്ര വാഹനങ്ങൾ അക്രമികൾ അഗ്നിക്കിരയാക്കി. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പുനലൂർ തൂക്കുപാലത്തിന് ശാപമോക്ഷം. വാർത്തകൾ വിശദമായി. ആദിവാസിയെ പുലികൾ ആക്രമിച്ചു. ആക്രമണത്തിൽ മാരകമായി മുറിവേറ്റ ആദിവാസിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയില്ലെന്നും ആക്ഷേപം. അമ്പന്നാർ കോട്ടക്കയം ആദിവാസി കോളനിയിലെ സുകുമാരനെയാണ് പുലികൾ ആക്രമിച്ചത്. വനത്തിനുള്ളിൽ വനഭോഗങ്ങൾ ശേഖരിക്കാനെത്തിയ ഇയാളെ 2 പുലികൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. വലയ്ക്ക് വേണ്ടി ഈ വലക്കണ്ടി വിത്തിട്ട് ഞങ്ങളുടെ കാറ്റോട്ട് കയറി പോയതാ. അങ്ങനെ അത് കാട്ടിൽ ഉള്ളിലോട്ട് കയറിപ്പോയി. അപ്പോൾ കുറേ പടലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പടലേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു പട്ടിയുണ്ട്. പട്ടി കൊണ്ട് കയറിപ്പോയി. ഞാൻ അങ്ങോട്ട് തെങ്ങ് പോയത് 2 ഉണ്ടായിരുന്നു. പുലി അന്ന് ആദ്യം എൻ്റെ ഇവിടെ കടിച്ചത്. പിന്നെ ഈ കൈ മുട്ടുന്നു തപ്പിട്ട് ഡാക്ടറിൻ്റെ മോന്തയ്ക്ക് പിടിച്ച് ഒരു അള്ളി ഞാൻ ചവിട്ടി
പിന്നെ എവിടെ പോകുന്ന ഒരു പിടിയിൽ എനിക്ക് പുലിയൊന്നും പോയില്ലേ? ആർക്കെ ഒന്നും അറിയില്ല. 2 പുലിയായിരുന്നു. അങ്ങനെ പുലി ചാടി വന്ന പട്ടി ആദ്യം പിടിച്ചു. പട്ടി ഉടനെ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ളൂ. പട്ടി മരിച്ചോ? പട്ടിയെ പിടിച്ചു. മുഖത്തും കഴുത്തിനും ഇടത് കൈക്കും മാരകമായി മുറിവേറ്റിട്ടുണ്ട്. ആദിവാസിയോടൊപ്പം ഉണ്ടായിരുന്ന വളർത്തുനായയ്ക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ആദിവാസിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാർ ഇല്ലാത്തത് പ്രശ്നങ്ങൾക്ക് കാരണമായി. ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർ ഇല്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ടതോടെ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി. ലീവ് എന്തിനാ നിങ്ങൾ നോക്കുന്നത്? എന്തിനാ നിങ്ങളാ ലീവ് ചെയ്യാം? 4 മണിക്കൂർ കൂടുതലായില്ലേ? ഒരു രോഗി ഇവിടെ വന്ന് കിടക്കുക. ആദിവാസികൾ അവർക്ക് സൗജന്യ സംവിധാനങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ. അതൊന്നും ചെയ്യാതെ ഈ 4 മണിക്കൂറായിട്ട് ഒരു രോഗി ഇവിടെ കിടക്കുക. അതാണ് ഞങ്ങളുടെ ഡോക്ടർ സ്റ്റാഫോടൊന്നും പറഞ്ഞില്ല. ഡോക്ടർ ഇവിടെ പിന്നെ ഇവിടുത്തെ സൂപ്രണ്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടർ സ്റ്റാഫോട് വേറൊന്നും പറഞ്ഞില്ല. സ്റ്റാഫുകൾ ഇപ്പോൾ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞിരുന്നേ ഇവിടുത്തെ നമ്മുടെ പിന്നെ ഒരു സ്റ്റാഫ് പറഞ്ഞ എന്തുവാ നമ്മുടെ അല്ല വികസനമല്ല നമ്മുടെ ഈ പിന്നെ എന്തുവാ പിന്നെ അവരുടെ പേരെന്തോ പ്രൊമോട്ടർ പേരെന്തോ ആ പെണ്ണില്ലാതെ സൈൻ ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെങ്ങനെ നമുക്ക് പറ്റുന്നത്? ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോട്ടറെയാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഇവിടുന്നുള്ള എമർജൻസി ഡോക്ടർ സൈൻ ചെയ്യുക കൊണ്ടുപോകുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. ട്രൈബൽ പ്രൊമോട്ടർ പറയാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലായി. ഈ സമയത്ത് ആശുപത്രി സൂപ്രണ്ടും സ്ഥലത്തില്ലായിരുന്നു. ഒടുവിൽ രാത്രി 7:45 സ്വകാര്യ ആംബുലൻസിലാണ് പരിക്കേറ്റ ആദിവാസിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥയും നാഥനില്ലാത്ത അവസ്ഥയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ വഴിയോര കച്ചവടക്കാരനിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. 8 ദിവസം പഴക്കമുള്ള മത്സ്യമാണ് പിടിച്ചെടുത്തത്. പുനലൂർ മാർക്കറ്റിന് സമീപം വഴിയോര കച്ചവടം നടത്തിയ കച്ചവടക്കാരിൽ നിന്നും പഴകിയ മത്സ്യം നഗരസഭ അധികൃതർ പിടികൂടി. 8 ദിവസം പഴക്കമുള്ള മത്സ്യമാണ് പിടികൂടിയതെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അറിയിച്ചു. കച്ചവടക്കാരൻ ഓടി രക്ഷപ്പെട്ടു. പുനലൂർ പട്ടണത്തിന്റെ വീതികളിൽ മത്സ്യവ്യാപാരികൾ അനധികൃതമായി പെരുകിയതിന് തൊട്ടു പിന്നാലെയാണ് നഗരസഭ ഇത്തരം റെയ്ഡ് സംഘടിപ്പിച്ചത്. മാർക്കറ്റിൽ മത്സ്യവ്യാപാരം നടത്താതെ അനധികൃതമായി പട്ടണത്തിന്റെ പ്രധാന കവലകളിലാണ് ഇപ്പോൾ മത്സ്യവ്യാപാരം പൊടിപിടിക്കുന്നത്. ഇവ നിയന്ത്രിക്കുവാൻ പോലീസോ നഗരസഭ അധികൃതരോ മെനക്കെടാറില്ല. മിക്ക അനധികൃത കച്ചവടക്കാരെയും സഹായിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ കച്ചകെട്ടി ഇറങ്ങുന്നതാണ് പട്ടണത്തിന്റെ വീതികൾ അനധികൃത കച്ചവടക്കാർ കൈയടക്കാൻ കാരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർധനർക്ക് പ്രയോജനകരമായിരുന്ന EMS ഭവന പദ്ധതി പോലും UDF സർക്കാർ ഇല്ലാതാക്കിയെന്ന് KB ഗണേഷ് കുമാർ MLA. പുന്നലയിൽ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. പുന്നല EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പെറവന്തൂർ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ, പത്തനാപുരം പുനലൂർ താലൂക്കിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. അതാത് കാലങ്ങളിൽ വേണ്ട മാറ്റങ്ങളും അഭിപ്രായങ്ങളും ശക്തമായ ഭാഷയിൽ ആരുടെയും മുഖം നോക്കാതെ എഴുതിയിരുന്ന ഒരു ശാഖ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളിൽ വ്യതിചലിക്കാതെ കാലത്തിനനുസൃതമാവുന്ന ഓരോ കാലത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസൃതമായി അത് പഠിച്ച് എഴുതി രേഖപ്പെടുത്താനുള്ള തന്റെ ഇടം കാണിച്ചിരുന്ന മഹാനായ നേതാവായിരുന്നു EMS ഭൂരിഭാഗം. അഭിപ്രായങ്ങൾ മൈക്കിലൂടെ പറഞ്ഞു വെച്ചാൽ അത് മാഞ്ഞു പോകുന്നത് വരെ മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ചെയ്തു വെച്ചാൽ അത് ചീത്തയായി പോകുന്നവരേ ഉള്ളൂ. പക്ഷേ ലോകമുള്ള കാലത്തോളം ഓർക്കത്തക്ക രീതിയിൽ ശക്തമായ ഭാഷയിൽ എഴുതി രേഖപ്പെടുത്തിയ കരുത്തുറ്റ നേതാവായിരുന്നു അദ്ദേഹം. EMS ലൈബ്രറി പ്രസിഡന്റ് TM മുഹമ്മദ് ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം B അജയകുമാർ, ഭാരവാഹികളായ VR രാജീവ്, ബിജു തുണ്ടിൽ, D പ്രേംരാജ, മധുസൂദനൻ പിള്ള, ജോയിന്റ് കൺവീനർ ഫെനോയ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിളക്കുടിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വ്യാപകമാകുന്നു. 2 ഇരുചക്ര വാഹനങ്ങൾ അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു.
വിളക്കുടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപം താമസിക്കുന്ന ചരിവള വീട്ടിൽ സാബു, സുഹൃത്തും സമീപവാസിയുമായ ബാബു ഹൌസിൽ സജി തോമസ് എന്നിവരുടെ ഇരുചക്ര വാഹനങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചത്. സാബുവിന്റെ വീട്ടുമുറ്റത്തായിരുന്നു വാഹനങ്ങൾ രണ്ടും വച്ചിരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തീ ആളിപ്പടർന്നത് കണ്ട സമീപവാസികളാണ് ആദ്യം തീയണച്ചത്. ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. വീടുകളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തമൊഴിവായി. പാചകവാതക സിലിണ്ടറുകളും കുട്ടികളുമടക്കം നിരവധി പേർ വീട്ടിനകത്തുണ്ടായിരുന്നു. ഫർണിച്ചർ സാധനങ്ങൾ തവണ വ്യവസ്ഥയ്ക്ക് വിൽക്കുന്ന ജോലിയാണ് സാബുവിനും സജി തോമസിനുമുള്ളത്. സംഭവത്തിൽ കുന്നിക്കോട് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 15 ദിവസം മുമ്പാണ് വിളക്കുടി തേക്കുമുകളിൽ വീട്ടുമുറ്റത്തിരുന്ന ഒരു ഓട്ടോയും 2 ഇരുചക്ര വാഹനവും സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടെയാണ് ഈ സംഭവം കൂടി. ഒരു വണ്ടി പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയും മറ്റൊന്ന് ഭാഗികമായിട്ട് നശിച്ച് കിടക്കുന്നതാണ് കണ്ടത്. സമീപത്തുള്ള ആൾക്കാരാണ് വന്ന് തീ അണച്ചത്. വീട്ടിനുള്ളിൽ സാബുവും ഭാര്യയും കുഞ്ഞും സാബുവിന്റെ സഹോദരിയുടെ മകനും സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. അവർ ഉറക്കത്തിലായിരുന്നു. ഈ ഒച്ചയും ബഹളം കേട്ടാണ് ഇവർ പുറത്തിറങ്ങുന്നതും. അപ്പോൾ തന്നെ ഇത് തീ അണയ്ക്കാൻ പറ്റിയത് തന്നെ വളരെ നല്ല കാര്യം. കാരണം ഈ വീടിനകത്ത് 2 ഫുൾ സിലിണ്ടറുകളും ഒരു ഉപയോഗിക്കുന്ന സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു വൻ ദുരന്തമാണ് ഇവിടെ രാവിലെ ഒഴിവാക്കപ്പെട്ടത്. ഇതേപോലെ തന്നെയുള്ള സമാനമായ ഒരു അപകടം കഴിഞ്ഞ 10-15 ദിവസം മുമ്പ് തേക്കുമുൾ പ്രദേശത്ത്, എൻ്റെ പാട്ട് തന്നെ തേക്കുമുൾ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സംശയത്തിന്റെ പേരിൽ ഒരു പ്രതിയെ അവർ പിടിച്ച് ഒരു കേസ് തീർക്കാൻ വേണ്ടി ഒരാളെ പിടിച്ച് പ്രതിയാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത അന്വേഷിക്കാൻ ഇതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കാരണം പലവിധ സംശയത്തിന്റെ നിഴലിലാണ് ഈ പ്രദേശത്ത് ഈ 16-ാം വാർഡിലെ മുഴുവൻ ജനങ്ങളും നിൽക്കുന്നത്. കാരണം ഇവിടെ കൂടുതലും ഇൻസ്റ്റാൾമെന്റ് പ്രവർത്തിക്കുന്ന യുവാക്കളാണ്. ധാരാളം പേർക്ക് വണ്ടിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വളരെയധികം ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അധികാരികൾ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹസാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ,
ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. കിഴക്കൻ മേഖലയിൽ പനി പടർന്നു പിടിക്കുന്നു. നൂറുകണക്കിന് രോഗികൾ ആശുപത്രികളിൽ ചികിത്സ തേടി. ദിവസേന നൂറുകണക്കിന് രോഗികളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. ഡോക്ടർമാരുടെ അഭാവം ആശുപത്രിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. രോഗികൾ മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമേ ഡോക്ടർമാരെ കാണാൻ സാധിക്കുകയുള്ളൂ. മരുന്നുകളുടെ അഭാവവും രോഗികളെ വലയ്ക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളും ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഇത് സാധാരണ പനിയല്ല, വൈറൽ പനി എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. കിഴക്കൻ മേഖലയിൽ വൈറൽ പനി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ചികിത്സയും വിശ്രമവുമാണ് രോഗികൾക്ക് വേണ്ടത്. ശാരീരിക അസ്വസ്ഥതകളും തലവേദനയുമാണ് പ്രധാന രോഗലക്ഷണം. 2 ആഴ്ചയോളം അസുഖം കണ്ടുവരുന്നുണ്ട്. ചികിത്സ തേടിയാൽ തന്നെയും വിശ്രമം അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാരിപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് ലക്ഷാർച്ചനയിൽ പങ്കെടുത്തത്. ഞായറാഴ്ച വൈകിട്ടാണ് പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന സംഘടിപ്പിച്ചത്. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഋഷികേശ് നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം തെളിയിച്ചതോടെ ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഭക്തജനങ്ങൾ ദേവിക്ക് നിവേദ്യമർപ്പിച്ചു. ലക്ഷാർച്ചനയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായി. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന് ശാപമോക്ഷമാകുന്നു. പുനലൂരുകാരുടെ ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. തൂക്കുപാല നവീകരണം 90% പൂർത്തിയായി. ഇനി കൽത്തൂണുകളിലെ പെയിന്റിംഗ് മാത്രമാണ് ബാക്കി. 1877 സ്ഥാപിതമായ തൂക്കുപാലം തകർച്ചയെ തുടർന്ന് 2 ദശാബ്ദത്തിൽ പുറത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആദ്യഘട്ട നവീകരണം അഴിമതിയിൽ മുങ്ങി. വിജിലൻസ് അന്വേഷണം നേരിട്ടതിനാൽ തൂക്കുപാല നവീകരണം മാധ്യമങ്ങൾ പോലും മറന്ന സാഹചര്യത്തിലാണ് തൂക്കുപാല സംരക്ഷണ സമിതി പ്രത്യേക സമരവുമായി രംഗത്തെത്തുന്നത്. അത് പൊതുപ്രവർത്തകരും ജനങ്ങളും ഏറ്റെടുത്തതോടെ തൂക്കുപാല നവീകരണത്തിന് തുടക്കം കുറിച്ചു. വിവിധ ഫണ്ടുകളിൽ നിന്നും ഏകദേശം 1 കോടിയിൽ പുറത്ത് രൂപ ചിലവഴിച്ചാണ് പാലം നവീകരിച്ചത്. ഉപയോഗശൂന്യമായ എല്ലാ ഇരുമ്പ് കല്ലുകളും മാറ്റി സ്ഥാപിച്ചു. തുടർന്ന് നേരിട്ട വലിയ പ്രശ്നം കമ്പകത്തടിയുടെ അഭാവമായിരുന്നു. വനം വകുപ്പിന്റെ വാഴത്തോപ്പ്, കുളത്തൂപ്പുഴ ഡിപ്പോകളിൽ സൂക്ഷിച്ചിരുന്ന കമ്പകത്തടി പുരാവസ്തു വകുപ്പ് തന്നെ നേരിട്ട് വാങ്ങിയതോടെയാണ് പ്രശ്നം പരിഹരിച്ചത്. തുടർന്ന് കമ്പകത്തടിയുടെ ഗുണനിലവാരം ഉറപ്പിക്കുവാൻ പലകകളാക്കി പ്രത്യേകം സംസ്കരിച്ചു. തുടർന്ന് പാലത്തിൽ പാവുകയായിരുന്നു. കമ്പകത്തടി പിടിപ്പിക്കുന്ന പണികൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കൂറ്റൻ കൽത്തൂണുകളിലെ പെയിന്റിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ജനുവരി 15 പാലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാം എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Palittra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ. കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 2271 342. ചിതറ കണ്ണങ്കോട് അപ്പൂപ്പൻകുന്ന് ക്ഷേത്രത്തിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. നക്ഷത്രങ്ങളും ഇന്നരാംഗികളും പുഷ്പവൃഷ്ടി ക്ഷേത്ര പ്രതിഷ്ഠയായ അപ്പൂപ്പനെയും നന്ദിദേവ പ്രതിഷ്ഠയായ കാളയെയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മലയിറങ്ങി ഒച്ചാലമൂട്, മഞ്ഞപ്പാറ, വേങ്കോട്, പേഴുമൂട്, ഉണ്ണിമുക്ക്, കിഴക്കുംഭാഗം, ചിതറ, ഐരക്കുഴി, കാഞ്ഞിരത്തുമൂട്, ദർഭക്കാട്, തോട്ടമുക്ക്, പുളിവേലിക്കോടം വഴി തിരികെ ക്ഷേത്രത്തിൽ സമാപിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. അന്നദാനം, സമൂഹ പൊങ്കാല എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സമ്മേളനം ജനുവരി 15-ന് കരവാളൂരിൽ ആരംഭിക്കുന്നു. 18-നാണ് സമാപനം. ഡിവൈഎഫ്ഐ പുനലൂർ ബ്ലോക്ക് സമ്മേളനം ജനുവരി 15 മുതൽ 18 വരെ തീയതികളിൽ കരവാളിൽ സംഘടിപ്പിക്കുകയാണ്. 15-ന് കൊടിമര പതാക ജാഥകൾ സംഘടിപ്പിക്കും. കൊടിമര ജാഥ ആര്യങ്കാവിൽ നിന്നും ആരംഭിക്കും. പതാക ജാഥ ആറന്മുരയിൽ നിന്നുമാണ് തുടക്കം കുറിക്കുന്നത്. 2 ജാഥകളും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ 6 മണിക്ക് കരവാളൂരിൽ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. 16, 17 തീയതികളിൽ പ്രതിനിധി സമ്മേളനവും 18-ന് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, കവിയരങ്ങ്, ക്രിക്കറ്റ് ടൂർണമെന്റ്, രക്തദാന സേന രൂപീകരണം, അവയവദാന സമ്മതപത്ര സമർപ്പണം, പ്രതിഭാ സംഗമം, ജനപ്രതിനിധികളെ ആദരിക്കൽ, ചരിത്ര പ്രദർശനം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദിവാസിയെ 2 പുലികൾ ചേർന്ന് ആക്രമിച്ചു. ആക്രമണത്തിനിരയായത് അമ്പനാർ സ്വദേശി സുകുമാരൻ. വിളക്കുടിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. 2 ഇരുചക്ര വാഹനങ്ങൾ അക്രമികൾ അഗ്നിക്കിരയാക്കി. ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. പുനലൂർ തൂക്കുപാലത്തിന് ശാപമോക്ഷം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ശുഭവാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.